ഹലോ, ഇന്നത്തെ ഫസ്റ്റ് പരിപാടി സോനിൻ്റെ സ്കൂളിൽ PT മീറ്റിങ്ങിന് പങ്കെടുക്കണം എന്നുള്ളതായിരുന്നു കേട്ടോ. ജനറൽ ബോഡിയാണ്, വർഷത്തിലൊരിക്കലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും മിസ്സാക്കാതെ വരണമെന്നുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ എത്തുമ്പോഴേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ലേറ്റായി പോയി. 2026 വർഷത്തിൽ കൂട്ടായി പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പുതിയ അധ്യയന വർഷത്തെ PTA ജനറൽ ബോഡി മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും PT ഭാരവാഹികളെ കണ്ടെത്താനുള്ള തിരക്കൊക്കെയായിരുന്നു. ചില ക്ലാസ്സുകളിലേക്ക് കോമ്പറ്റീഷനൊന്നും ഇല്ലാതെ തന്നെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ചില ക്ലാസ്സുകളിൽ 2-3 പേരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഓരോ സ്റ്റാൻഡേർഡിൽ നിന്നും ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് സ്റ്റേജിൽ കയറിയിട്ട് വോട്ട് ചോദിക്കാം. അങ്ങനെ അവർ സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതത് ക്ലാസ്സുകളിലുള്ളവർ കൈ പൊക്കിയിട്ട് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. ടീച്ചേഴ്സ് അതിൽ കൗണ്ട് ചെയ്തിട്ട് ആരാണോ ഭൂരിപക്ഷം അത് നോക്കിയിട്ട് വിജയികളെ തീരുമാനിക്കും. Good morning, manager, principal and my dear parents. My name is Vanasudhavan. To be part of the PT executive, can you stand up? Yes, we have one mother representative, father representative, anyone? അങ്ങനെ പാരൻസിൻ്റെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ അസോസിയേഷൻ രൂപീകരിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെക്ഷൻ ആയിരുന്നു കേട്ടോ ഇത്. കാരണം കുട്ടികളുടെയും പാരൻസിൻ്റെ ഒക്കെ അതുപോലെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനുള്ള ഒരു മീറ്റിംഗ് ആണിത്. അങ്ങനെ PT തിരഞ്ഞെടുത്ത സ്ഥിതിക്ക് ഇനി ക്ലാസ് PT ഉണ്ട്. നമുക്കിനി ക്ലാസ്സിൽ പോയിട്ട് കുട്ടികളുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കണം, അവരുടെ പ്രോഗ്രസ് എന്താണെന്നൊക്കെ അറിയണം. ക്ലാസ് തുടങ്ങിയിട്ട് 1 മാസമല്ലേ ആയിട്ടുള്ളൂ, എന്നാലും കുട്ടികളുടെ വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അറിയാനായിട്ട്. അപ്പോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ഒപ്പം തന്നെ നമ്മൾ അധികം താമസിക്കാതെ PT എക്സിക്യൂട്ടീവ് ബോർഡും He was not on stage, but one among you, his presence is really valuable for any visible happening. ഇതാണ് സോനിയുടെ ക്ലാസ്. സ്കൂളിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള SS Works 98.5 എന്നുള്ള വോയിസ് നമുക്ക് ഇതിൽ കേൾക്കാം. എല്ലാ മാതാപിതാക്കൾക്കും SS Works 98.5 പേരിൽ നന്ദിയും ആശംസകളുമായി ചോദിക്കുന്നു. Your voice, where every voice matters. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് എൻ്റെ സോളോ ട്രിപ്പാണ്. എനിക്ക് വേണ്ടി ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ്. നമുക്ക് ടൗണിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ബുക്ക് സ്റ്റോളിൽ പോകാനുണ്ടായിരുന്നു. സോനിന് വേണ്ടിയിട്ട് കേഴ്സ് ലെറ്ററിൻ്റെ ഒരു ബുക്ക് വാങ്ങണമായിരുന്നു. എപ്പോഴും ഈ ബുക്ക് സ്റ്റോൾ എനിക്കൊരു വീക്ക്നെസ് ആണ് കേട്ടോ. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഇഷ്ടമുള്ള ബുക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. അത് കാർട്ടൂൺ ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റോറി ബുക്ക് ആയിരിക്കാം. എപ്പോൾ ബുക്ക് സ്റ്റോൾ കയറിയാലും ഈ കുട്ടികളുടെ ബുക്സ് ആയിരിക്കും ആദ്യം കണ്ണിലെടുക്കുന്നത്. മുമ്പൊക്കെ എനിക്ക് ബുക്ക് വാങ്ങാനായിട്ട് ബുക്ക് സ്റ്റോളൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ കുട്ടികൾക്കുള്ള കുഞ്ഞു ബുക്കുകളൊക്കെ കാണുമ്പോൾ ഞാൻ വാങ്ങാറുണ്ട്, കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കേട്ടോ. നമ്മുടെ റിലേഷനുള്ളവരോ അങ്ങനെ ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു വിശ്വാസത്തിൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ബുക്സ് ഒക്കെ ഗിഫ്റ്റ് കിട്ടുന്ന സമയത്ത് അവർക്ക് ബുക്ക് വായിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ബുക്കിനോടുള്ള ഇഷ്ടം കൂടുന്നുള്ളതാണ്. സോൻ സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരുപാട് മുന്നേ തന്നെ ഞാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ ബുക്കുകളൊക്കെ വാങ്ങിക്കുമായിരുന്നു. സ്റ്റോറി ബുക്ക് ഞാൻ കഥ വായിച്ചു കൊടുക്കായിരുന്നു. അതുപോലെ കളറിംഗ് ബുക്കൊക്കെ ഒരുപാട് വാങ്ങിച്ചു കൊടുക്കായിരുന്നു. അതുമാത്രമല്ല ഇതുപോലത്തെ ബുക്കുകളൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു ഇഷ്ടം അതുപോലെ ബുക്കിനോടൊക്കെ ഒരു ഇഷ്ടം കൂടുന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരുപാട് ബുക്സ് ഉണ്ട് കേട്ടോ. അത് പല ഷേപ്പിൽ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ കണ്ണെടുക്കാൻ തോന്നാത്ത വിധത്തിലുള്ള ബുക്കുകളാണ് കേട്ടോ. ഇത് ബുക്ക് കടിച്ചിറക്കുന്നവർ ഇത് തന്നെ ആവില്ല ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇത് ഈ ഒരു ബുക്കാണ് കേട്ടോ. ബസ്സിന്റെ മോഡലിലുള്ള ഒരു ബുക്കാണിത്. ആദ്യം ഒരു ടോയ് പോലെയാണ് എനിക്ക് തോന്നിയത്, പിന്നെയാണ് മനസ്സിലായത് ഒരു ബുക്കാണെന്നുള്ളത്. കുട്ടികൾക്കായിട്ട് നമ്മൾ ഇതുപോലുള്ള ബുക്കുകളൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്കത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. കാരണം ഇതുപോലത്തെ ബുക്കൊക്കെ കാണുമ്പോൾ തന്നെ ഇതിന്റെ ചിത്രങ്ങൾ കാണാനോ ഇതിന്റെ ഉള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നൊക്കെ അറിയാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം. പിന്നെ ഞാൻ പോയതൊരു ഷേക്ക് കുടിക്കാനാണ് കേട്ടോ. ഒരുപാട് കാലമായി ഷേക്ക് കുടിച്ചിട്ട്. കാരണം വേറെ ഒന്നുമില്ല, മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ്. പനിയൊക്കെ ഏതാണ്ട് മാറി, പക്ഷെ ആഗ്രഹങ്ങൾക്ക് ഒരു മാറ്റമില്ല. അങ്ങനെ കുറച്ച് പേടിയോടെ കുറേ ഇഷ്ടത്തോടെയും കൂടി കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. എങ്കിലും ഒരു പരിധിവരെ ഇതൊക്കെ ചേർത്ത് നിൽക്കാനായിട്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ചെറു ചൂടുവെള്ളം കുടിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു എഫക്റ്റ് കുറഞ്ഞു കിട്ടും. ഇതുവരെ ട്രൈ ചെയ്യാത്തവര് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. 100% ഗ്യാരണ്ടിയാണ്. അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അങ്ങനെ ചെറിയ ചെറിയ കാരണം പറഞ്ഞ് മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഇനി നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളാണ് വാങ്ങാനുള്ളത്. കുറച്ചലക്കുലക്ക് സാധനങ്ങൾ. അതിപ്പോൾ കുറച്ച് ഫ്ലോർ മാറ്റ് വാങ്ങണമായിരുന്നു. അതുപോലെ തന്നെ അടുക്കളയിലേക്ക് വേണ്ട ചെറിയ ചെറിയ ബോട്ടിൽസ് ഒക്കെ വേണമായിരുന്നു. അങ്ങനെ ഫ്ലോർ മാറ്റുകൾ പല തരത്തിലുണ്ടായിരുന്നു ഇവിടെ. നമുക്ക് നോർമൽ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് മുതൽ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലോർ മാറ്റുകൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ല, എൻ്റെ ഒരു സംശയം, ഇതുപോലത്തെ ഫ്ലോർ മാറ്റുകളൊക്കെ കണ്ടാൽ ആർക്കും ചവിട്ടാൻ തോന്നില്ല, ശരിക്കും കിടന്ന് ഉറങ്ങാനാ തോന്നുക.
അതുപോലെ നല്ല രസമുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലോർ മാറ്റുകളായിരുന്നു കേട്ടോ ഇവിടെ. ഇതൊക്കെ ഏകദേശം 1000 രൂപ വില വരുന്നതാണ്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതുപോലെ ഫ്ലവർ വേസ്, ഡെക്കറേറ്റീവ് പീസസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. ഇതൊക്കെ കാണുന്നതിനൊരു മനസ്സിനൊരു സന്തോഷമല്ലേ. കാണാൻ പൈസ കൊടുക്കണ്ടല്ലോ, വാങ്ങാനല്ലേ പൈസ കൊടുക്കണ്ടുള്ളൂ. ആ ഒരു പോളിസിയിൽ നന്നായിട്ട് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഈ കാണുന്നത് മുഴുവൻ ഞാൻ വാങ്ങിയെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇതൊക്കെ വെറുതെ കാണുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു 10% ചിലപ്പോൾ ഞാൻ വാങ്ങാറുള്ളൂ. പിന്നെ എന്നെപ്പോലുള്ള ഒട്ടുമിക്ക ലേഡീസിനുള്ള ഒരു പ്രശ്നം എനിക്കുണ്ട്. ഏതൊരു കടയിൽ ചെന്നാലും അവസാനം എത്തിപ്പെടുന്നത് ഫാൻസി സെക്ഷനിലായിരിക്കും. അവിടെ നിന്ന് നേരം വെളുപ്പിക്കും. ഷോപ്പിങ്ങിന് പോകുന്ന മിക്കവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ. നമ്മൾ വേണ്ട സാധനം ആയിരിക്കില്ല തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നമുക്കിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. ഒരു എന്തൊക്കെയോ ഒരു എന്താ പറയുക, എനിക്കും ഷോപ്പിംഗ് മാനിയ ഉള്ളവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു തരം ഫീല് അതായിരിക്കും നമുക്കിങ്ങനെ തിരയുമ്പോൾ കിട്ടുക കേട്ടോ. ശരിക്കൊരു ഷോപ്പിംഗ് പാർട്ട്ണറെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമില്ല, അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് കുറ്റവും കുറവൊക്കെ പറഞ്ഞ് നല്ല സെലക്ഷൻ ചെയ്യാലോ. അങ്ങനെ തൽക്കാലം ഇവിടുത്തെ ഷോപ്പിംഗ് മതിയാക്കി നമുക്കിനി കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് ദിവസമായിട്ട് വിചാരിക്കുന്നു ഒരു അത്ര വാങ്ങണം എന്നുള്ളത്. അത്ര അല്ലെങ്കിൽ ഇന്റീരിയർ റൂം ഫ്രഷ്നർ മതിയായിരുന്നു. പക്ഷെ എന്തോ അത്ര ആരോ എനിക്ക് കൈവശം തന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇതുപോലുള്ള ചെറിയ ഡിസൈനർ ബോട്ടിലുകളിലാണ് നമുക്ക് അത്ര തരുന്നത് കേട്ടോ. 6 മില്ലി 12 മില്ലി എന്നൊക്കെയാണ് പറയുന്നത്. ബോട്ടിലിന് 80 രൂപ 100 രൂപയ്ക്കാണ് വില വരുന്നത്. പിന്നെ നമുക്ക് ഈ ബോട്ടിലിൽ കൊള്ളുന്നത് ഇഷ്ടമുള്ള അളവിൽ വാങ്ങിക്കാം. ഇത് നമുക്ക് റൂം ഫ്രഷ്നറായിട്ടും അതുപോലെ തന്നെ കാറിലൊക്കെ വെക്കാവുന്ന രീതിയിലാണ് കേട്ടോ ഇതിന്റെ ഒരു സെറ്റിംഗ്. നമ്മൾ ഇവിടെ നിന്നും ഒരു 6 മില്ലിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ മണക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം. ആ ബോട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് റീഫിൽ ചെയ്യുകയും ചെയ്യാം. ഈ കടയിൽ ഇതുപോലെ ചെറിയ കുറെ ഡെക്കേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ പരിപാടി മന്ത്ലി വൺസ് ത്രെഡിംഗ് ആണ് കേട്ടോ. എന്തോ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അങ്ങനെ ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കാറിന്റെ ഷേപ്പിലുള്ള ഈ ബോട്ടിലൊക്കെ നോക്കി അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇതിന്റെ ഉള്ളിലൊരു ക്യാപ്പ് ഉണ്ട് കേട്ടോ. അതിപ്പോൾ എടുത്തിട്ടില്ല. ഇപ്പം എടുത്തു കഴിഞ്ഞാൽ ഞാനത് ബാഗിൽ വെച്ച ബാഗിൽ മുഴുവൻ അതിന്റെ സ്പ്രെഡായി. മുമ്പൊരിക്കലും ഇതുപോലെ നല്ലൊരു ബോട്ടിൽ ഞാൻ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ ബാഗിൽ ചെരിഞ്ഞ് കിടന്നുകൊണ്ട് തന്നെ ആ ക്യാപ്പ് ഓപ്പൺ ആക്കിയത് കൊണ്ട് തന്നെ ബാഗിൽ ഫുള്ളായിട്ട് ഇത് പരന്നുപോയി. ഞാൻ ഇത്രയും നേരം ഒരു പാർട്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. രാവിലെ ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ ഇറങ്ങിയ ടീമാണ്. വീട്ടിൽ പോകുമ്പോൾ ഒരുമിച്ച് പോകാന്നുള്ള ഉറപ്പില് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഷോപ്പിംഗ് ആയിരുന്നു ഇന്ന്. അഡ്ജസ്റ്റ്മെന്റ് ഷോപ്പിംഗ് എന്താല്ലേ. ഹലോ സോനു, എന്താ ഡോക്ടർ പറഞ്ഞത്? പനിയൊക്കെ മാറിയ ശേഷം ഇന്ന് ഡോക്ടർ റിവ്യൂവിന് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പേരും ഡോക്ടറെ കണ്ടിട്ട് വരുന്നവരവാണ്. അങ്ങനെ പ്ലാൻ സക്സസ്. അങ്ങനെ 2 പേരും അല്ല 3 പേരും ഒരുമിച്ചെത്തി. ഒറ്റയ്ക്ക് പോകാൻ വഴി അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഒരുമിച്ച് പോകുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി കാത്തിരുന്നാണ് കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.